മുള്ളൂർക്കരയിലെ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി KH ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ്. ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധന സാമഗ്രികൾക്കും KH ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ്, മെയിൻ റോഡ്, മുള്ളൂർക്കര. ഫോൺ 9955400953. 14ാം വർഷവും മുടങ്ങാതെ മുള്ളൂർക്കര ഇരുനിലങ്കോട് തൈപ്പൂയ മഹോത്സവത്തിന് നാദസ്വരം വായിക്കാനെത്തി കാവശ്ശേരി ചാമിയാരും സംഘവും. തൈപ്പൂയ മഹോത്സവത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വാദ്യ ഉപകരണമാണ് നാദസ്വരം. ഇതിൻ്റെ ഒപ്പം തന്നെ കൊട്ടാനായി തകിലും കൂടിയാകുമ്പോൾ ഇതിൽ നിന്ന് വരുന്ന ഈണത്തോട് കൂടിയ ഗാനം കേൾക്കുമ്പോൾ ഏതൊരാളും ഒന്ന് അറിയാതെ ശരീരം ചലിപ്പിക്കും. അത്രയും മധുരമേറിയ ഗാനങ്ങളാണ് ചാമിയാരും സംഘവും ആലപിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് കാവശ്ശേരി പൊന്നൻ മകൻ മണികണ്ഠൻ ആശാന്റെ ഒപ്പം പാടാനായി ഇരുനിലങ്കോട് ക്ഷേത്രത്തിൽ വന്നിരുന്നു. ആശാൻ മരിച്ചതോടെ സ്വന്തമായി 14 വർഷമായി മുടങ്ങാതെ ഇദ്ദേഹം എത്തുന്നു. പാലക്കാട് ജില്ലയിലെ ആലത്തൂർ കാവശ്ശേരി നന്ദി നിവാസിൽ ചാമിയാർ ഒഴിച്ചുകൂടാനാവാത്തത് കൊണ്ടാണ് ക്ഷേത്രം സംരക്ഷണ സമിതി ഭാരവാഹികൾ ഇദ്ദേഹത്തെ തന്നെ വിളിക്കുന്നത്. തമിഴ് പാട്ടുകളാണ് അധികവും പാടുക. ഭാര്യയും 2 ആൺമക്കളും ഒരു പെൺകുട്ടിയും അടങ്ങുന്ന കുടുംബമാണ് എല്ലാ പിന്തുണയും നൽകുന്നത്. എന്നാൽ ആൺമക്കൾ തൻ്റെ പാത പിന്തുടരുന്നില്ല എന്നും ഇദ്ദേഹം പറയുന്നു. കാവശ്ശേരി പൊന്നൻ മകൻ മണികണ്ഠൻ്റെ ശിഷ്യനാണ് ഞാൻ. അവർ രണ്ടാളൊന്നും ജീവിച്ചിരിപ്പില്ല. അവരാണ് എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നത്. അപ്പം ഞാൻ വന്നതിന് ശേഷം ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ, പുരോഗമനം ജാസ്തിയായിക്കൊണ്ടിരിക്കുകയാണ്. വരുന്ന സമയത്ത് എങ്ങനെയായിരുന്നില്ല, വളരെയേറെ മാറ്റങ്ങളുണ്ട്, പുരോഗമനമുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ആശാന്മാർ 2 ആളും മരിച്ചുപോയി. അതിന് പിന്തുടർന്നു കൊണ്ട് ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ആവുന്ന കാലം വരുന്ന ആഗ്രഹമുണ്ട്. പാട്ടുകളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. മലയാളം ഇല്ല, എന്നാലും ഈ നാദസ്വരത്തിന് കൂടുതലും തമിഴാണ് ജാസ്തി ഇതിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഈ നാദസ്വരത്തിൽ പറ്റിയ പാട്ടുകളെ നമ്മൾ തിരഞ്ഞെടുത്തതിന് ശേഷം അതിൽ നിന്ന് ഒരുപാട് അത് വായിച്ച് ശീലമാക്കിയ ശേഷമേ രംഗത്ത് വരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടിലേക്ക് കിടക്കും. അപ്പോൾ എല്ലാം പ്രാക്ടീസ് നടത്തിയ ശേഷം നമ്മൾ രംഗത്ത് ഇതിനെ അവതരിപ്പിക്കും. കുട്ടികൾക്കൊന്നും ഇതിന് താല്പര്യം കാണാനില്ല. കാരണം പറഞ്ഞാൽ ഇതിൽ ഒരുപാട് കഷ്ടമുണ്ട്. കഷ്ടപ്പെട്ട് പഠിച്ചെടുത്താൽ ഗുണം തന്നെയാണ്. പക്ഷെ അവർക്ക് താല്പര്യം കാണാനില്ല. ഈ നാദസ്വരം ഈ സംഗീതം പുരോഗമനത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ട് കുട്ടികളും പുതിയ ജനറേഷൻ ഈ രംഗത്ത് വന്നു കഴിഞ്ഞാൽ വളരെയേറെ ഗുണങ്ങൾ കിട്ടും, നല്ലതുമാണ്. കഷ്ടപ്പെട്ടാലും നന്നായിരിക്കും. ജനങ്ങൾ അംഗീകരിക്കുന്നു. ദൈവികപരമായിട്ടും ഒരു നല്ല നേട്ടമുള്ള ഒരു സംഗീതമാണ് നാദസ്വരം. VCV ന്യൂസ്, മുള്ളൂർക്കര.